ഹായ് ഹലോ. എൻ്റെ മോൾക്ക് ഇന്ന് അംഗനവാടിയിലേക്ക് ഒരു വീട് വേണമെന്ന് പറഞ്ഞു. അവൾക്ക് അവള് അംഗനവാടിയിൽ നിന്ന് ഇപ്പോൾ പഠിപ്പിക്കുന്ന തീം വീടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വീടുണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയൊരു വീട് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വന്നാലോ? നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് വീടുണ്ടാക്കുന്നത്. ഞാൻ ആദ്യം എടുത്തത് ഒരു ചിരട്ടയാണ്. അപ്പോൾ ആ ചിരട്ടയുടെ പുറം ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക, കത്തി വെച്ചിട്ടോ നമ്മളെ കയ്യിലുള്ള നമുക്ക് കംഫർട്ടായ എന്ത് സാധനം വെച്ചായാലും കുഴപ്പമില്ല. അതൊന്ന് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം ഒരു കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡിൻ്റെ ഒരു ഒന്ന് പുറത്തെ ഒരു പേപ്പറില്ലേ, അപ്പോൾ കാർഡ്ബോർഡിന് ഇങ്ങനെ രണ്ടാക്കി എടുക്കുക. എന്നിട്ട് ആ പേപ്പർ മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് കാർഡ്ബോർഡ് അത്യാവശ്യം നല്ല വൃത്തിക്കൊക്കെ വെട്ടിയെടുക്കുകയാണ്. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ചിരട്ട ഉണ്ടല്ലോ, ആ ചിരട്ടേൻ്റെ ഉള്ളിലേക്ക് ആ കാർഡ്ബോർഡ് ഒന്ന് റൗണ്ടാക്കി എടുത്ത് ചിരട്ടേൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. അതാ കണ്ടോ? അപ്പോൾ ചിരട്ടേൻ്റെ ഉള്ളിൽ ഫിറ്റായി നിൽക്കണം. ആ കാർഡ്ബോർഡ് ചുറ്റിയെടുത്ത് നന്നായി ഫിറ്റായി നിൽക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഒരു ഭംഗിക്കുറവ് പോലെ, ഒരു നീളം ഇങ്ങനെ അധികമായിട്ട് ഒരു ഭംഗിയില്ലാത്തതുപോലെ തോന്നി. അപ്പോൾ കാർഡ്ബോർഡ് ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചു, ഒരു നീളം കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ട് ഞാനത് വരഞ്ഞ് നല്ല നേരെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വരഞ്ഞത്. അപ്പോൾ ഒരു വര വരച്ച് അതിൻ്റെ മേലെ കൂടെ അങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഞാനിങ്ങനെ വെച്ച് നോക്കുകയാണ്, അത് ഫിറ്റാണോ, ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഫിറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കുക. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഇത് മതിയെന്ന് തോന്നി. അപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്, എൻ്റെ മോളെ കയ്യിലൊരു പെയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു വാട്ടർ കളറാണ്. വേറെ കളറൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഉള്ള കളർ വെച്ചിട്ട് ഒരു വാട്ടർ കളറ് പേസ്റ്റ് രൂപത്തിൽ വരുന്ന ഒരു വാട്ടർ കളറില്ലേ, ആ കളറ് വെച്ചിട്ട് ഞാൻ നമ്മളെ ചിരട്ട ഒന്ന് പെയിൻ്റ് അടിച്ചു, നന്നായിട്ട് മൊത്തമായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കുക. അതൊന്ന് ഉണങ്ങി കിട്ടണേ. അപ്പോൾ നമുക്ക് നേരത്തെ വെട്ടി വെച്ച ആ കാർഡ്ബോർഡ് കഷ്ണം ഉണ്ടല്ലോ, ആ കാർഡ്ബോർഡ് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി നമുക്കത് ഒട്ടിച്ചെടുക്കണം. ഗ്ലൂഗൺ വെച്ചിട്ടോ എന്തായാലും കുഴപ്പമില്ല, നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ചുറ്റി അത്യാവശ്യം പശയൊക്കെ തേച്ച് പൊളിഞ്ഞ് വരാത്ത രീതിയിൽ, കാർഡ്ബോർഡ് കൈവിട്ടാൽ പൊളിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ വീടിന് ഒരു അടിത്തറ വേണമല്ലോ. അപ്പോൾ അതിന് പാകത്തിൽ വേണ്ട ഒരു ചെറിയൊരു കാർഡ്ബോർഡ് നമ്മൾ വെട്ടിയെടുക്കുക. ഒരു ചതുരത്തിലോ, അത് നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും. ഞാനിപ്പോൾ ഇവിടെ ചതുരത്തിലാണ് വെട്ടിയെടുത്തത്. എന്നിട്ട് ആ റൗണ്ട് നമ്മൾ ഒട്ടിച്ച് വെച്ച കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് അതിന് മേലേക്കൊന്ന് വെച്ച് നോക്കുക. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കാർഡ്ബോർഡാണ് ഞാൻ എടുത്തത്. അതിനി ഒട്ടിച്ച് വെക്കണം. ആ കാർഡ്ബോർഡിലേക്ക് നന്നായിട്ട് ഗ്ലൂഗൺ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ഒട്ടി നിൽക്കണം, അത് ഇളകിയൊന്നും പോകരുത്. നമ്മൾ ചിരട്ടയൊക്കെ വെച്ചാൽ ഇളകിയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഒട്ടാത്ത ഭാഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് നമുക്ക് പുറത്തൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് അത് ഒന്ന് ഫിറ്റ് ചെയ്ത് നന്നായിട്ട് വെക്കുക. പിന്നെ ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഒരു ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡ് വെട്ടിയെടുക്കുക. നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയാണ് ഞാനിപ്പോൾ എടുത്തത്. ഈ കാർഡ്ബോർഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വീടിന് ജനലും വാതിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വീടിന് ഒരു ജനലും വാതിലും വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ കാർഡ്ബോർഡിൽ ഞാൻ അങ്ങനെ ഒരു വലിപ്പത്തിലുള്ളൊരു ചതുരവും രണ്ട് ജനലിന് ചെറുതായിട്ടുള്ള രണ്ട് ചതുരവും വരച്ചിട്ട്
അത് വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, അത് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുക. അത് വെട്ടിയെടുത്ത് അങ്ങനെ വെച്ച് നോക്കുക, പാകം ആണോ ഭംഗിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ജനലിന് ഒരു 4 ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ ഒരു 4 കള്ളിയാക്കി വരയ്ക്കുമല്ലോ, അതുപോലെ ജസ്റ്റ് അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്, അങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വരച്ചു കൊടുക്കുക. അതുപോലെ വാതിലിനും വരച്ചു കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ അത് നമുക്ക് ഈ വരച്ച സംഭവം നമുക്ക് ഒട്ടിച്ച് വെക്കണമല്ലോ, അതുകൊണ്ട് ബാക്കിലുള്ള ആ കാർഡ്ബോർഡിൻ്റെ ഒരു കവർ ഉണ്ടാവുമല്ലോ ബാക്കിലുള്ള, അത് അങ്ങ് പൊളിച്ച് കളഞ്ഞതാണ്. അത് ഒട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൻ്റെ മേലിൽ ഞാൻ അത് ബാക്കിലുള്ളതങ്ങ് പറിച്ച് കളഞ്ഞു. എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കാർഡ്ബോർഡിൻ്റെ വീടിന് മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ജനലും വാതിലും ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ഈ ഒട്ടിച്ച ഈ ജനലും വാതിലിനും ഒക്കെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ഏത് കളറായാലും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തർക്ക് ഏത് കളറാണോ വാതിലിനും ജനലിനൊക്കെ വേണ്ടത് അതിനനുസരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ചിത്രം വരയ്ക്കാനൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിത്രമൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ സിമ്പിളായിട്ട് വേഗം കഴിയുന്ന രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. എനിക്കറിയുന്ന പോലെ ഞാൻ ഒന്ന് ഭംഗിയാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ച ആ ചിരട്ട ഉണ്ടല്ലോ, മേൽക്കൂരയായിട്ട് ഇതിൻ്റെ മേലേക്ക് ആ ചിരട്ട വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേളിൽ നല്ലോണം ഗ്ലൂ ഗൺ വെച്ച് നന്നായിട്ട് പശ തേച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, മേൽക്കൂരയായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീട് തയ്യാറാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്